ഈ കമ്പനികൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ വീണയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് 55 ലക്ഷം രൂപ പോകുന്നത്? എക്സാലോജിക്ക എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 1,72,00,000 രൂപ പോവുകയാണെങ്കിൽ അത് നമുക്ക് ഇനി ഒരു തത്വത്തിൽ വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. എക്സാലോജിക്ക കൊടുത്ത സേവനത്തിന് പ്രതിഫലമായി കൊടുത്ത പ്രതിഫലമാണ്. അങ്ങനെയെങ്കിൽ 55 ലക്ഷം രൂപ ഇതിന്റെ ഈ MD ആയിട്ടുള്ള ഇതിന് മുഖ്യ ഡയറക്ടർ ആയിട്ടുള്ള വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോകുന്നതിന്റെ യുക്തി എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ മൂന്നാമത് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭ പറഞ്ഞ എന്താണെന്നറിയോ? വീണയുടെ ഭാഗം കേൾക്കാതെ വീണ എന്ന പേര് ഞാൻ മാറ്റി വെക്കുന്നു. എക്സാലോജിക്ക കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ ടാക്സ് ഇന്ററിം ബോർഡ് ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്, അല്ലെ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ അതിന്റെ അവരുടെ ഭാഗത്ത് തന്നെ ക്ലാരിഫിക്കേഷൻ വന്നു. ഞങ്ങൾ പലതവണ അവരുടെ കത്തുകളുടെ പകർപ്പുകൾ പുറത്തു വന്നു. എക്സാലോജിക്ക കമ്പനിക്ക് പലതവണ കത്തുകൾ അയച്ചതിന്റെ രേഖകൾ പുറത്തു വന്നു. ആ കത്തുകൾക്കൊന്നും ഒരു വിധത്തിലുമുള്ള മറുപടി നൽകുവാനായിട്ട് എക്സാലോജിക്ക കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി കാര്യം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒളിച്ചോടിയില്ല. രാഹുൽ ഗാന്ധി അവിടെ 5 ദിവസം പോയി ഹാജരായി അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറഞ്ഞു, മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യൻ ടാക്സ് ഇന്ററിം ബോർഡ് വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തിയിട്ട് നോട്ടീസ് അയച്ചിട്ട് എന്തുകൊണ്ടാണ് അതിന് മറുപടി പോലും കൊടുക്കാനായിട്ട് എക്സാലോജിക്ക കമ്പനിക്ക് കഴിയാതെ പോയത്? അപ്പോഴെന്താ അവിടെ പ്രഥമ ദൃഷ്ടിയ തന്നെ ദുരൂഹമായിട്ടുള്ള സാധാരണക്കാരന്റെ സംശയത്തില് ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സേവനത്തിനുള്ള പ്രതിഫലം കൊടുത്തതിന് രേഖകളില്ല. 2, കമ്പനിയുടെ ഡയറക്ടറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന തുക 55 ലക്ഷം രൂപ പോയിരിക്കുന്നു. 3, വിളിച്ചു വരുത്തി എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ, തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചപ്പോൾ പകരം കൊടുക്കാനായിട്ട് ഒരു മറുപടി പോലുമില്ല. തിരിച്ചൊരു കത്ത് പോലും ഇവർക്ക് കൊടുക്കാനായിട്ട്, അല്ല ഇന്ത്യൻ ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കമ്പനി അടച്ചുപൂട്ടി ഒരാളെ മുങ്ങുന്ന എപ്പോഴാ? നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷണം വരുമ്പോൾ നമുക്ക് ചിട്ടി കമ്പനികൾക്കൊക്കെ എതിരെ അന്വേഷണം വരുമ്പോൾ എന്ത് ചെയ്യും? ആ ചിട്ടി കമ്പനി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ഉടമ ആ കമ്പനി പൂട്ടിയാൽ നാട് വിട്ടു പോകും. അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.